എക്സ്ക്ലൂസീവ് ന്യൂസിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചെർപ്പശ്ശേരി CI ബിനു തോമസിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയെ പിടിച്ചുകുലുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തായിരിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഉമേഷ് എന്നെ അടുത്ത് വിളിച്ച് അവൾ ആള് കൊള്ളാമല്ലോ, ഇന്ന് അവളുടെ അടുത്തേക്ക് പോയാലോ നമുക്ക് രണ്ടാളുകൾക്കും എന്ന് ചോദിക്കുന്നു. അവശയും നിരാലംബിയുമായ അവളോട് അങ്ങനെ ചെയ്യാൻ എനിക്ക് മനസ്സ് വന്നില്ല. CI ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. 11 വർഷം മുമ്പുള്ള സംഭവം എന്ന് പറഞ്ഞൊഴിഞ്ഞ് DYSP ഉമേഷ്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ചെർപ്പശ്ശേരി CI ബിനു തോമസിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയെ പിടിച്ചുകുലുക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള CIയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. നിലവിൽ കോഴിക്കോട് DYSP ആയ ഉമേഷ് 2014 CI ആയിരിക്കെ അനാശാസ്യത്തിന് പിടിയിലായ യുവതിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും തന്നോടും ആ കൃത്യത്തിൽ പങ്കുചേരാൻ പ്രേരിപ്പിച്ചുവെന്നുമാണ് ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ സുപ്രധാന വെളിപ്പെടുത്തൽ. കാക്കിക്കുള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന കാബാലികരെയാണ് നാം കാണുന്നത്. കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ: 4 പുരുഷന്മാർക്കൊപ്പമാണ് യുവതിയെ നാട്ടുകാർ തടഞ്ഞുവെച്ചത്. അവളും അമ്മയും കുഞ്ഞുങ്ങളുമായി രാത്രി 7:30 ഓട്ടോറിക്ഷയിൽ സ്റ്റേഷനിലെത്തി. അവളെ ഒന്ന് കാണാൻ സ്റ്റേഷന്റെ മുറ്റത്ത് ധാരാളം പേർ വന്നിരുന്നു. ചിലരെല്ലാം അവളെ കുറിച്ച് വളരെ മോശം പരാമർശങ്ങൾ നടത്തി. അതിൽ 2 പേരെ ഞാൻ അടികൊടുത്ത് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിന്നും വെളിയിലാക്കി. ആ അമ്മയുടെ രോഗാവസ്ഥയും 2 കുഞ്ഞുങ്ങളുടെ കാര്യവും കേട്ടതോടെ എനിക്ക് മാനസിക പ്രയാസം തോന്നി. ഏകദേശം 9 മണി സമയത്ത് ഉമേഷ് എന്നെ അടുത്ത് വിളിച്ച് അവൾ ആള് കൊള്ളാമല്ലോ, ഇന്ന് അവളുടെ അടുത്തേക്ക് പോയാലോ നമുക്ക് രണ്ടാൾക്കും എന്ന് ചോദിച്ചു. എനിക്ക് അക്കാര്യത്തിൽ താല്പര്യം തോന്നിയില്ല. അനാശാസ്യത്തിന് പിടികൂടി എന്ന വാർത്ത വരാതിരിക്കാൻ ആ സമയം അവൾ എന്തിനും റെഡിയായിരുന്നു. അവളെയും കുടുംബത്തെയും പാലക്കാട്ടെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഇതിനകം അവളുടെ താമസസ്ഥലം ഉമേഷ് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അവർ വീട്ടിലെത്തിയ സമയം നോക്കി ഉമേഷും ഞാനും വണ്ടിയുമായി ഇറങ്ങി. വണ്ടി ഓടിച്ചത് ഞാനാണ്. അടുത്തുള്ള ബേക്കറിയിൽ നിന്നും അവളുടെ മകൾക്കായി 2 ഡയറി മിൽക്ക് വാങ്ങി. ആ പെൺകുട്ടി അന്ന് പകൽ ഒന്നും കഴിച്ചിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അവൾ താമസിക്കുന്ന വീടിനടുത്ത് ഉമേഷിനെ ഇറക്കി ഞാൻ തിരികെ ബൈപ്പാസിൽ വന്ന് കാറിൽ കിടന്നുറങ്ങി. ഉമേഷ് കാര്യം കഴിഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ കാറുമായി പോയി. ഉമേഷിനെയും കൂട്ടി തിരികെ പോന്നു. എന്നോടും അവളുടെ അടുത്തേക്ക് പോകാൻ ഉമേഷ് നിർബന്ധിച്ചു. അവശയും നിരാലംബിയുമായ അവളോട് അങ്ങനെ ചെയ്യാൻ എനിക്ക് മനസ്സ് വന്നില്ല. 2 ദിവസത്തിനു ശേഷം ഒരിക്കൽ കൂടി ഉമേഷിനെ അവിടെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് എന്റെ ഓർമ്മ. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അടുപ്പമൊന്നും തോന്നിയില്ല. രാത്രിയിൽ ഞാൻ അവളുമായി നിരന്തരം ഫോണിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഞാൻ അവളെ കാണാൻ പോയി ബന്ധപ്പെട്ടു എന്നും കുറിപ്പിൽ പറയുന്നു. ആത്മഹത്യക്ക് പിന്നിലെ യഥാർത്ഥ കാരണം ഇതാണ്. താനും ആ പെൺകുട്ടിയുമായി വർഷങ്ങളായി ബന്ധമുണ്ടെന്നും പതിവായി ആ വീട്ടിൽ പോകാറുണ്ടെന്നും DYSP ഉമേഷ് തന്റെ കുടുംബത്തെ അറിയിച്ചോ എന്ന സംശയവുമാണ് CI ബിനു തോമസിനെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. വടകര സ്വദേശിയായ ബിനു തോമസിനെ ശനിയാഴ്ചയാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 6 മാസം മുമ്പാണ് അദ്ദേഹം ചെർപ്പശ്ശേരി സ്റ്റേഷനിൽ എത്തിയത്. തുടക്കത്തിൽ പല മാധ്യമങ്ങളും ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ അന്വേഷിച്ചെങ്കിലും കുടുംബ പ്രശ്നമാണ് മരണകാരണമെന്നാണ് അന്ന് പോലീസ് വ്യക്തമാക്കിയത്. 11 വർഷം മുമ്പുള്ള സംഭവമെന്ന് DYSP ഉമേഷ് പറഞ്ഞൊഴിയുകയാണ്. ആത്മഹത്യാക്കുറിപ്പിലെ കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല. സംഭവം നടന്നുവെന്ന് പറയപ്പെടുന്നത് 11 വർഷം മുമ്പാണ് എന്നും പറഞ്ഞ് തടിയൂരുകയാണ് DYSP ഉമേഷ്. എന്നാൽ DYSP ഉമേഷിനെതിരെ നടപടി സ്വീകരിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ആസ്ഥാനത്തേക്ക് റിപ്പോർട്ട് അയച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാധ്യമങ്ങളിലൂടെയാണ് ഞാനിത് അറിഞ്ഞത് എന്നാണ് DYSP ഉമേഷ് പറയുന്നത്. നവംബർ 15-ന് ചെർപ്പശ്ശേരിയിലെ ക്വാർട്ടേഴ്സിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ SHO ബിനു തോമസ് 52 വയസ്സ് 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പാണ് ഉമേഷിനെ പ്രതിക്കൂട്ടിലാക്കിയത്. 2014-ൽ താൻ CI ആയിരിക്കെ അനാശാസ്യത്തിന് പിടികൂടിയ യുവതിയെ മേലുദ്യോഗസ്ഥനായിരുന്ന ഉമേഷ് വീട്ടിലെത്തി ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും തന്നെയും അതിന് നിർബന്ധിച്ചു എന്നുമാണ് കുറിപ്പിലെ പ്രധാന പരാമർശം. എന്തുതന്നെയായാലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.